ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും, അല്ലേ? അപ്പോൾ ഒരൊറ്റ സ്വലാത്താണ് നമ്മൾ ചൊല്ലിയതെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുക. നമ്മൾ ഹദീസുകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. സ്വലാത്തിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഊന്നൽ കൊടുത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ പേരിൽ 10 സ്വലാത്ത് വർഷിക്കുമെന്നുള്ളതാണ്. നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ പേരിൽ 10 സ്വലാത്ത് വർഷിക്കും. അപ്പം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണെന്ന് വെച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഭാഗത്ത് നിന്നുള്ള സ്വലാത്താണ്. മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും മറ്റെല്ലാ പ്രതിഫലങ്ങളെക്കാളും ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സ്വലാത്താണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ആരിഫീങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ബുദ്ധിമാനായിട്ടുള്ള ആളോട് പറയപ്പെടുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്വലാത്ത് നിങ്ങൾക്ക് നൽകാം. അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളുടെയും ഇബാദത്തുകൾക്ക് തുല്യമായത് എന്ത് ചെയ്യാം, നിങ്ങളുടെ നന്മയുടെ ഏടിൽ രേഖപ്പെടുത്തി തരാം എന്ന് പറയുകയാണെങ്കിൽ ആ ബുദ്ധിമാനായിട്ടുള്ള ആൾ എന്താ ചെയ്യുക, അദ്ദേഹം ചൂസ് ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്വലാത്താണ്. കാരണം ആ ഒരു സ്വലാത്ത്, അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്വലാത്ത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും ചെയ്ത മുഴുവൻ ഇബാദത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന പ്രതിഫലത്തേക്കാൾ ഉന്നതമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്വലാത്ത്. ഇതുകൊണ്ടാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്വലാത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരിക്കലും ഒരു മഹാത്മാവിനോട് ചോദിക്കപ്പെട്ടു, നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്വലാത്തുൽ ഫാത്തിഹ ഒരു തവണ തന്നെ ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്വർഗം ലഭിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സ്വലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം ലഭിക്കുമോ എന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ പേരിൽ ഏറ്റവും ചുരുങ്ങിയത് 10 സ്വലാത്ത് ചൊല്ലും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മഹാത്മാവ് പറയാണ്, നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്വലാത്ത് അത് 100 സ്വർഗങ്ങളെക്കാൾ ഉന്നതമായിട്ടുള്ള കാര്യമാണ്. 100 സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുന്നതിലും ഉത്തമം അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്വലാത്താണ്. അപ്പോൾ നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലും. അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്വലാത്ത് അത് 100 സ്വർഗങ്ങളെക്കാൾ ഉത്തമമാണ്. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും അവരെല്ലാം ചെയ്യുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലം അതിനേക്കാൾ ഉന്നതമാണ് അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന ഒരൊറ്റ സ്വലാത്ത്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുക, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല. അത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഇബാദത്താണ്, ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്താണ്, ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഇബാദത്താണ്, നമ്മളെ ദുനിയാവിലെ മുഴുവൻ പ്രയാസങ്ങളും മാറ്റിത്തരുന്ന ഇബാദത്താണ്, ആഖിറത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരുന്ന ഇബാദത്താണ്, നമ്മുടെ ദുനിയാവിലെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്ന ഇബാദത്താണ്, നമ്മുടെ ദാരിദ്ര്യത്തെ നീക്കിക്കളയുന്ന ഇബാദത്താണ്, നമ്മളുടെ സങ്കടങ്ങളെ മാറ്റിത്തരുന്ന ഇബാദത്താണ്. സദാ നേരം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അല്ലാഹുവിൻ്റെയും സ്നേഹത്തിൽ നമ്മളെ ആക്കി തീർക്കുന്ന ഇബാദത്താണ്. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള, എല്ലാ പ്രതിഫലങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഇബാദത്താണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ. അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കുക. സദാ നേരം ഓരോ നിമിഷവും നമ്മുടെ ഇരുത്തത്തിലും നൃത്തത്തിലും നമ്മുടെ ഉറക്കത്തിലും എല്ലായ്പ്പോഴും നമ്മൾ സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ നമ്മൾ തന്നെ സ്വലാത്തായിട്ട് മാറുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഓരോ നിമിഷവും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർവിൽ തന്നെ കാണുന്ന ഒരു അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ
എല്ലാവരെയും എത്തിക്കട്ടെ. ആമീൻ ആമീൻ ബിജാഹി നബിൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.